തീക്ഷ്ണതയും നീതിവാജ്ഞയുമാണ് നിങ്ങളിലെല്ലാം ഉളവാക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും നിങ്ങൾ നിർദോഷരാണെന്ന് എല്ലാ പ്രകാരത്തിലും തെളിയിച്ചിരിക്കുന്നു. അപരാധം ചെയ്തവനെ പ്രതിയോ അപരാധത്തിന് ഇരയായവനെ പ്രതിയോ അല്ല ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. പ്രത്യുത ഞങ്ങളോട് നിങ്ങൾക്കുള്ള താല്പര്യം ദൈവസന്നിധിയിൽ വെളിപ്പെടുത്തേണ്ടതിനാണ്. നമ്മുടെ പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കായി നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 12 തിരുവചനങ്ങൾ 49 മുതൽ 53 വരെ. ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്. അത് ഇതിനകം കത്തിജ്വലിച്ചിരുന്നെങ്കിൽ എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട്. അത് നിവൃത്തിയാകുമ്പോഴും ഞാൻ എത്ര ഞെരുങ്ങുന്നു. ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല, ഭിന്നത എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഭിന്നിച്ചിരിക്കുന്ന 5 പേർ ഇനിമേൽ ഒരു വീട്ടിലുണ്ടായിരിക്കും. 3 പേർ 2 പേർക്കെതിരായും 2 പേർ 3 പേർക്കെതിരായും ഭിന്നിച്ചിരിക്കും. പിതാവ് പുത്രനും പുത്രൻ പിതാവിനുമെതിരായും അമ്മ മകൾക്കും മകൾ അമ്മയ്ക്കുമെതിരായും അമ്മായിയമ്മ മരുമകൾക്കും മരുമകൾ അമ്മായിയമ്മയ്ക്കെതിരായും ഭിന്നിക്കും. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സുവിശേഷ ഭാഗമാണ് ഇപ്പോൾ നാം വായിച്ചു കേട്ടത്. വിശദീകരിക്കുവാൻ ബുദ്ധിമുട്ടുള്ള സുവിശേഷ ഭാഗം. ഞാൻ വന്നത് എന്ന പദസന്ധികളിൽ യേശുവിന്റെ ജീവിത ലക്ഷ്യം അവതരിപ്പിച്ചിരിക്കുന്നു. ഒരു തീരുമാനത്തിന് മുമ്പിലാണ് യേശുവിന് നമ്മെ നിർത്തിയിരിക്കുന്നത്. ദൈവത്തിന്റെയും ജനത്തിന്റെയും പക്ഷം സ്വീകരിച്ച് തോറ്റുപോവുക എന്നതാണ് ഒരു വശത്ത്.
അധികാരത്തിന്റെയും സ്ഥാനമാനങ്ങളുടെയും പക്ഷം ചേർന്ന് ജീവിതത്തിൽ വിജയിച്ചു നിൽക്കുന്നു എന്ന മായയിൽ ജീവിക്കുക എന്നതാണ് മറുവശത്ത്. ഏതൊരു തീരുമാനവും ഭിന്നതയുണ്ടാക്കും. സ്നാപയോഹന്നാൻ പറയുന്നത് അവൻ അഗ്നി കൊണ്ട് സ്നാനപ്പെടുത്തുവാനാണ് വന്നിരിക്കുന്നത്. യേശു പറയുന്നു ഞാൻ തീയിടാനാണ് വന്നിരിക്കുന്നത്. ദൈവത്തിന്റെ ന്യായവിധി വേർതിരിവാണ്. ഈ അഗ്നി അപ്പസ്തോലന്മാരുടെ മേൽ അഗ്നിനാളങ്ങളുമായി ആത്മാവ് വന്നപ്പോൾ അവർ ദൈവത്തിന്റെയും ജനത്തിന്റെയും പക്ഷം പിടിച്ച് സംസാരിച്ചു. അധികാരികൾ അവരെ തുറുങ്കിലടയ്ക്കുകയോ വധിക്കുകയോ ചെയ്തു. തോമായുടെ സുവിശേഷത്തിൽ യേശു ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ അരികിലായിരിക്കുന്നവൻ അഗ്നിക്കരികിലാണ്, എന്നിൽ നിന്നും ദൂരെയായിരിക്കുന്നവൻ ദൈവരാജ്യത്തിൽ നിന്നും ദൂരെയാണ്. യേശു ആഗ്രഹിച്ച ജ്ഞാനസ്നാനം രക്തം കൊണ്ടുള്ള സ്നാനമാണ്. കുരിശിൽ നടക്കുന്ന സ്നാനം എന്നാണ് അവിടുന്ന് സബദീപുത്രന്മാരോട് പറഞ്ഞത്. അതുവരെയും യേശു അസ്വസ്ഥനാണ്. മരണം നടക്കുന്നതുവരെയും അവിടുന്ന് അസ്വസ്ഥനാണ്. സ്വസ്ഥതയില്ലാത്ത യേശു നമുക്ക് സ്വസ്ഥത നൽകുമോ? സമാധാനം, ക്ഷേമം, ശാലോം എന്നൊക്കെ പറയുന്നത് സ്വസ്ഥതയല്ല പ്രിയപ്പെട്ടവരെ. ഭൂമിയിലെ മനുഷ്യർ ക്ഷേമത്തിൽ ജീവിക്കാനായി നാം ഏറ്റെടുക്കുന്ന അസ്വസ്ഥതകളോ സാഹസങ്ങളോ ആണ് ദൈവം നൽകുന്ന സമാധാനം അഥവാ ശാലോം. നാം ദൈവത്തോടും ജനത്തോടും കാണിക്കുന്ന പ്രതിബദ്ധത നമുക്ക് നമ്മുടെ ബന്ധുക്കളോട് ഉള്ള ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കാം. വിശ്വസാഹോദര്യത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച ടോൾസ്റ്റോയിയെ ഭാര്യയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കാഞ്ഞത് ഓർക്കുക. എല്ലാ സൃഷ്ടികളുമായി ഒരു പ്രേമബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിച്ച ഐൻസ്റ്റീനെ മാറി മാറി വന്ന ഭാര്യമാർ മനസ്സിലാക്കാതെ പോയത് ഇതുകൊണ്ട് തന്നെയാണ്. സത്യത്തിൽ ഈ അഗ്നി നമ്മുടെ ജന്മത്തിൽ തന്നെയുണ്ട്. ദൈവം നിക്ഷേപിച്ചതാണ് ഈ അഗ്നി. അത് ഊതിപ്പെരുപ്പിക്കുകയാണ് യേശു. അവനിലുണ്ടായിരുന്ന അഗ്നി എന്തായിരുന്നു? വ്യവസ്ഥാപിത മതത്തിന്റെ ജീർണതയ്ക്കെതിരെ സ്നേഹത്തിന്റെ ദൈവത്തെ വെളിപ്പെടുത്തുക. അതിന് അവന്റെ ഹൃദയത്തിലൂടെ ഒരു കുന്തം കടത്തേണ്ടി വന്നു. യോഹന്നാന സുവിശേഷം 19:34 നാം വായിക്കുന്നു. പടയാളി അവന്റെ തിരുവലാവിൽ കുത്തി അവിടെ നിന്നും രക്തവും വെള്ളവും പുറപ്പെട്ടു വരും. ഗാന്ധിജിയുടെ അഗ്നി എന്തായിരുന്നു? അഹിംസാ വിപ്ലവത്തിലൂടെ സ്വാതന്ത്ര്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും ശുദ്ധവായു കൊടുക്കുക. അതിന് അദ്ദേഹത്തിന്റെ നെഞ്ചിലൂടെ വെടിയുണ്ട തുളഞ്ഞു കയറേണ്ടി വന്നു. എന്തായിരുന്നു മാർട്ടിൻ ലൂതറിൽ ഉണ്ടായിരുന്ന അഗ്നി? സഭയിൽ ശുദ്ധീകരണം കൊണ്ടുവരിക. അതിന് സഭാ ഭ്രഷ്ട് എന്ന വാൾ ഹൃദയത്തിലൂടെ കടക്കണമായിരുന്നു. എന്താണ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിൽ ഉണ്ടായിരുന്ന അഗ്നി? വെള്ളക്കാരനും കറുത്തവനും തമ്മിലുള്ള വർണ്ണവിവേചനത്തെ നേരിടുക, കൊല്ലപ്പെടുക എന്ന വാൾ അയാളിലൂടെ കടന്നുപോയി. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അന്തരിച്ച
സൗത്ത് ആഫ്രിക്കയിലെ കറുത്ത സൂര്യൻ എന്നറിയപ്പെടുന്ന നെൽസൺ മണ്ടേല 27 വർഷം ജയിൽവാസം അനുഭവിച്ചതും ഇതിനു വേണ്ടി തന്നെയാണ്. നമ്മൾ ഓരോരുത്തരുമുള്ള അഗ്നി എന്താണ്? ആ അഗ്നി കത്തിജ്വലിക്കുവാനുള്ള അസ്വസ്ഥത ഏറ്റെടുക്കുവാൻ നാം തയ്യാറാണ്. ഭാരതീയ ദർശനമനുസരിച്ച് 2 തരത്തിലുള്ള ആത്മീയത ഉണ്ടെന്നാണ് പറയുന്നത്. മർജാരനായ, മർക്കടനായ. മർജാരം എന്ന് പറഞ്ഞാൽ പൂച്ച എന്നാണ്. പൂച്ചയുടെ ശൈലിയിലുള്ള ആത്മീയത. പൂച്ചക്കുട്ടിയെ, തള്ളപ്പൂച്ച എങ്ങനെയാണ് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് നമുക്കറിയാം. തള്ളപ്പൂച്ച കുഞ്ഞിന്റെ കഴുത്തിൽ കടിച്ചു പിടിച്ചുകൊണ്ട് പോവുകയാണ്. കുഞ്ഞിപ്പൂച്ച ഒന്നും ചെയ്യാനില്ല. ഇത് പറയുമ്പോൾ ഭാരതീയ ദാർശനികൻ പറയുന്നത് ഇങ്ങനെയാണ്: നീ ജനിക്കുന്നതിന് മുമ്പ് നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നീ എന്ത് ചെയ്താലും അതിന് മാറ്റമുണ്ടാവുകയില്ല. നീ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും, നീ ഉപവസിച്ചാലും ഇല്ലെങ്കിലും, നീ എൻ്റെ അടുത്ത് എത്തിച്ചേരും. ഇത് അത്ര ക്രിസ്തീയമായ ദർശനമൊന്നുമല്ല. രണ്ടാമതായി പറയുന്നത് മർക്കടനായ എന്ന് പറയും. മർക്കടൻ എന്ന് പറഞ്ഞാൽ കുരങ്ങെന്നാണ്. കുരങ്ങിന്റെ ശൈലിയിലുള്ള ആത്മീയത നമ്മൾ കണ്ടിട്ടുണ്ട്. തള്ളക്കുരങ്ങ് കുഞ്ഞിനെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. വടക്കേ ഇന്ത്യയിലൊക്കെ ചെല്ലുമ്പോൾ വളരെ സുലഭമായി കാണാവുന്ന ഒരു കാഴ്ചയാണ്. കുട്ടിക്കുരങ്ങ് തള്ളയെ കെട്ടിപ്പിടിച്ചിരിക്കും. തള്ള പോകുന്നിടത്ത് കുട്ടിക്കുരങ്ങും പോവുകയാണ്. ഇതുപോലെയാണ് ക്രിസ്തീയ ജീവിതവും. നാം എത്രമാത്രം ദൈവത്തോട് ചേർന്നിരിക്കുന്നുവോ അത്രമാത്രം ആയാസരഹിതമായിരിക്കും നമ്മുടെ സ്വർഗത്തിലേക്കുള്ള യാത്ര. വിശുദ്ധരുടെയൊക്കെ ജീവിതം അതാണ് നമ്മെ പഠിപ്പിക്കുക. ജീവിതത്തിൽ തിന്മയ്ക്കെതിരായി നിരന്തരം യുദ്ധം ചെയ്യുക, ദൈവത്തിൻ്റെയും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരുടെയും പക്ഷം ചേരുക. നിന്റെ കരങ്ങൾക്ക് അപാരമായ കരുത്ത് ലഭിക്കും. നിനക്കാരുടെയും മനസ്സിൽ ചിരഞ്ജീവിയായി നിലകൊള്ളണമെങ്കിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് നീ ജീവിക്കണം. നമുക്കറിയാം, മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകൾ പോലും അടയ്ക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല, വാടയ്ക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. പലപ്പോഴും നാം കണ്ടിട്ടുണ്ട്, മരിച്ചു കഴിഞ്ഞ ശവപ്പെട്ടയിൽ വാ കെട്ടിവച്ചിരിക്കുന്നതായി നാം കാണുന്നുണ്ട്. പണ്ടൊക്കെ ഇടവപ്പള്ളിയിലെ സെമിത്തേരികളിൽ ചെല്ലുമ്പോൾ, സെമിത്തേരിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മൺകൂനകൾ കാണാമായിരുന്നു. ഇപ്പോൾ നമ്മെ കൊണ്ടുപോയി വയ്ക്കുന്നത് കല്ലറകളിലേക്കാണ്. മുകളിൽ സ്ലാബിട്ട് സിമെന്റ് പൂശി ഭദ്രമായി ഒരു പുഴുവും കിടക്കാത്ത രീതിയിൽ അടച്ച് സീറ്റ് ചെയ്യുകയാണ്. ഒരു പുഴുവിന് പോലും നമ്മെ കൊണ്ട് ഉപകാരമില്ലാത്തത് നാം ആയിത്തീരുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ആലുവയിൽ നിന്നും ചെന്നൈയിലേക്ക് ട്രെയിനിൽ പോവുകയായിരുന്നു. ഏതാണ്ട് ചാലക്കുടി എത്തിയപ്പോഴേക്കും ട്രെയിൻ പോകുന്ന അതേ ട്രാക്കിൽ കൂടി ഒരു ബസ് ഓടുകയാണ്. ഈ പശുവിനെ അടുത്ത ട്രാക്കിലേക്ക് ഓടിക്കുവാനായിട്ട് ഈ പശുവിന്റെ ഉടമസ്ഥ പുറകെ ഓടുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ പശുവും ഉടമസ്ഥനും ആ ട്രെയിനിനടിയിൽപ്പെടുകയാണ്. വളരെ ദയനീയമായ ഒരു കാഴ്ചയായിരുന്നു അത്. പിറ്റേ ദിവസത്തെ മാതൃഭൂമി പത്രത്തിന്റെ അടിക്കുറിപ്പിൽ ഈ വാർത്ത വന്നിരിക്കുകയാണ്: ഒരടി മാറ്റി ചവിട്ടിയിരുന്നെങ്കിലെന്ന്. പ്രിയപ്പെട്ടവർ, നമുക്കൊന്നും നമ്മുടെ യാത്രയെപ്പറ്റി യാതൊരു വ്യക്തതയുമില്ല. യേശുവിന്റെ പക്കലേക്ക് ജനക്കൂട്ടം തള്ളിക്കയറുന്നതായ സുവിശേഷത്തിൽ പലയിടത്തും പറയുന്നുണ്ട്. അവനിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള എനർജി പുറപ്പെട്ടു. അവിടെയുള്ളവരെയെല്ലാം അവൻ സൗഖ്യപ്പെടുത്തിയെന്ന് സുവിശേഷം രേഖപ്പെടുത്തുകയാണ്. പലപ്പോഴും നമ്മിൽ നിന്നൊക്കെ പുറപ്പെടുന്നത് പോസിറ്റീവ് എനർജിയില്ല, നെഗറ്റീവ് എനർജിയാണ് നമ്മിൽ നിന്ന് പുറപ്പെടുന്നത്. നമ്മുടെ സാന്നിധ്യം
മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാകണമെങ്കിൽ പോസിറ്റീവായിട്ട് എനർജി നമ്മിൽ നിന്ന് പുറപ്പെട്ടേ മതിയാവും. വിശുദ്ധ കൊച്ചുരേസ്യ അവൾ ജീവിച്ചിരുന്ന കാലത്ത് പറയുമായിരുന്നു, എന്റെ മരണശേഷം സ്വർഗത്തിൽ നിന്ന് ഞാൻ റോസാപുഷ്പങ്ങൾ വർഷിക്കുമെന്ന്. അതുപോലെ തന്നെ അവൾ ചെയ്യുകയും ചെയ്തു. ഒരിക്കല് ശ്രീബുദ്ധൻ അദ്ദേഹത്തിന് ശിഷ്യന് ആനന്ദനും കൂടി കാൽനടയായി യാത്ര ചെയ്യുകയായിരുന്നു. പോകുന്ന വഴിയിൽ ഒരു പുഴ മുറിച്ചു കടക്കേണ്ടതായിട്ട് വന്നു. കുറെ നേരം പിന്നിട്ടപ്പോൾ ബുദ്ധൻ ആനന്ദനോട് പറഞ്ഞു, നീ ആ പുഴയിൽ ചെന്ന് കുറച്ച് വെള്ളം എടുത്തു കൊണ്ടുവരിക, എനിക്ക് ദാഹിക്കുന്നു, കുടിക്കണം. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആനന്ദൻ വെള്ളം കൈയായിട്ട് തിരിച്ചു വന്നു. വെള്ളം എവിടെയെന്ന് ബുദ്ധൻ ചോദിച്ചു. ആനന്ദൻ മറുപടി പറഞ്ഞു, പുഴയിലൂടെ ഒഴുകുന്നത് കലക്കവെള്ളമാണ്. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഒരു കാളവണ്ടി ആ പുഴയിലൂടെ കടന്നുപോയി വെള്ളമെല്ലാം കലങ്ങി മറിഞ്ഞു കിടക്കുകയാണ്. ബുദ്ധൻ പറഞ്ഞു, നിനക്ക് അല്പസമയം കാത്തു നിൽക്കാൻ തോന്നിയില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ നീർച്ചാലുകളിൽ കലക്കവെള്ളം നിറയുമ്പോൾ, കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ അതിന്റെ തീരങ്ങളിൽ കാത്തു നിൽക്കാനുള്ള സാവകാശം നമുക്കും ഉണ്ടാവണം. ഒരിക്കലൊരു ചിത്രകാരൻ സുന്ദരമായ ഒരു വസ്തു അന്വേഷിച്ച്